ഹായ് ഫ്രണ്ട്സ്, ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പലസ്തീനിലെയും ഇസ്രായേലിൻ്റെയും കാര്യമാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എന്താണ് ഒരു മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഫലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും കാര്യം പറയേണ്ട ആവശ്യം എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ മനുഷ്യരുടെയും പുരോഗതിയും ജീവിത വിജയവും ആഗ്രഹിക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യന്റെയും ചിന്തയും മാറേണ്ടതുണ്ട്. ജീവിത വിജയം എന്ന് പറഞ്ഞാൽ കേവലം പണമുണ്ടാക്കൽ മാത്രമല്ല, നല്ല വീടുണ്ടാക്കൽ, ആരോഗ്യം സംരക്ഷിക്കൽ, അതേപോലെ പഠനത്തിൽ മുൻപന്തിയിലെത്തൽ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും നമ്മൾ മനുഷ്യരാകേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. നമുക്കറിയാം, ഇസ്രായേലും ഫലസ്തീന്റെയും പ്രശ്നങ്ങൾ ഒരു ഭാഗമായി കഴിഞ്ഞു. പക്ഷെ ഞാൻ എന്തിനാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? ഇപ്പോഴും കമന്റുകൾ കാണുമ്പോൾ വിഷമം തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ വിഷയം പറയുന്നത്. ഇസ്രായേലും ഫലസ്തീനിലും അക്രമം നടക്കുമ്പോൾ പലപ്പോഴും ആളുകൾ രണ്ട് ടീം പോലെയാണ് നിൽക്കുന്നത്. ഒരു ഭാഗത്ത് ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടീമിന്റെ പക്ഷത്ത് നിന്ന് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുന്നത് പോലെയാണ് നമ്മൾ ഈ യുദ്ധങ്ങളെയും കാണുന്നത് എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ അവിടെ മരിച്ചു പോകുന്നത് മനുഷ്യരാണ്, പച്ച മനുഷ്യരാണ്. നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള വികാരങ്ങളുള്ള സ്വപ്നങ്ങളുള്ള പച്ച മനുഷ്യരാണ് മരിച്ചു വീഴുന്നത് എന്നുള്ളതാണ് സത്യം. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഏത് വിഭാഗം എന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ള വിഷയമാണ്. ഇസ്രായേൽ ഫലസ്തീൻ എന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. വിശാലമായി നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് ഈ ഭൂമിയിൽ ഒരുപാട് കോടാനിക്കോടി ഗ്രഹങ്ങളുണ്ട് എന്ന് ശാസ്ത്രലോകം പറയുന്നു. എന്നാൽ ഈ ഗ്രഹത്തിൽ ഏറ്റവും ചെറിയൊരു ഗ്രഹമായ ഭൂമി, ഈ ഭൂമിയിൽ പകുതിയും വെള്ളമാണ്. ഈ കരയിൽ ജീവിക്കുന്ന മനുഷ്യൻ, നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിക്കണം, വളരെ നിസ്സാരമാണ് മനുഷ്യൻ. ഈ പ്രപഞ്ചം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, മനുഷ്യൻ എന്ന് പറയുന്ന ജീവി വളരെ നിസ്സാരമാണ്. നമ്മൾ വലിയ സംഭവമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. നമ്മൾ വലിയ സംഭവമൊന്നുമല്ല. ആ മനുഷ്യരായ നമ്മൾ എന്ത് ചെയ്തു? സങ്കല്പിച്ച് രാജ്യങ്ങൾ ഉണ്ടാക്കി, അല്ലേ? ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ, പലസ്തീൻ എല്ലാം മനുഷ്യൻ സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. രാജ്യം ഒരു അതിർവരം വിട്ടതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ എവിടെ ജനിച്ചു ആ നാട്ടിൽ അവനിക്ക് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. മനുഷ്യന് മാത്രമല്ല, മറ്റു ജീവജാലങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്. ആനയും പൂച്ചയും നായും ഒക്കെ ജീവിക്കുന്നുണ്ട്. അവർക്കൊന്നും രാജ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അവർക്കൊന്നും രാജ്യമില്ല. അവരൊക്കെയും സ്വതന്ത്രമായി ജീവിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ മാത്രമാണ് സങ്കല്പിച്ചുണ്ടാക്കിയ രാജ്യത്തിന്റെ പേരിൽ എത്ര മനുഷ്യരാണ് മരിച്ചു വീഴുന്നത്, അല്ലേ? അപ്പൊ ഇസ്രായേലും ഫലസ്തീനിന്റെയും പേരിൽ മനുഷ്യൻ തമ്മിൽ മരിക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷത്തല്ല നിൽക്കേണ്ടത്. എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരുടെ അക്രമങ്ങളും അക്രമവാസനയുമാണ് നമ്മൾ എതിർക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നിട്ട് അല്ല സമാധാനം ഉണ്ടാക്കേണ്ടത്. ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുന്ന സ്പോർട്സിൽ നിൽക്കാം നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കായിക മത്സരത്തിൽ നിൽക്കാം. പക്ഷേ യുദ്ധം എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് ആ വേദന അറിയും. നമ്മൾ യുദ്ധങ്ങൾ കാണാത്തത് കൊണ്ട്, ദുരിതങ്ങൾ കാണാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കതൊരു രസമായി തോന്നുന്നത്. എന്നാൽ യുദ്ധത്തിന്റെ നടുവിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെയല്ല. അവരൊക്കെയും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഓരോ മനുഷ്യരും എവിടെ ജനിച്ചു ആ ജനിച്ച മണ്ണ് അവരവർക്ക് വലുതാണ്.
അതുകൊണ്ട് ഏതെങ്കിലും ഒരു പക്ഷത്ത് നമ്മൾ നിൽക്കരുത്. ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോ ഒരുപാട് ആളുകൾ സന്തോഷിച്ചു. സത്യത്തിൽ അവിടെ മരിച്ചു വീണ എത്ര കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്. അതാരുടെയൊക്കെയോ അമ്മയായിരുന്നു, ആരുടെയൊക്കെയോ മക്കളായിരുന്നു, ആരുടെയൊക്കെയോ അച്ഛനായിരുന്നു മരിച്ചു വീണത്. അത് നമ്മുടെ വേദനയായി കാണണം. അതേപോലെ തിരിച്ച് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയപ്പോ ഒരുപാട് ഉമ്മമാരും കുട്ടികളും മരിച്ചു വീണു. അതും നമ്മുടെ വേദനയാണ്. ഇങ്ങനെ വിശാലമായ കാഴ്ചപ്പാട് നമുക്കെന്നുണ്ടാകുന്നോ അന്ന് തീർന്നു ലോകത്തിന്റെ പ്രശ്നം. എല്ലാ വ്യത്യസ്തതകളെയും അംഗീകരിച്ചുകൊണ്ട്, എല്ലാ സത്യങ്ങളെയും അംഗീകരിച്ച് പരസ്പരം നിൽക്കാൻ നാം എന്ന് ശ്രമിക്കുന്നു, അന്ന് തീർന്നു ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, വിശാലമായാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ ചിന്തകൾ മാറേണ്ടതുണ്ട്. കേവലം വിജയം, ജീവിത വിജയം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കൽ മാത്രമല്ല. എല്ലാ അർത്ഥത്തിലും നമ്മൾ വിശാലമായ മനുഷ്യരായി മാറണം, വിശാലമായി ചിന്തിക്കുന്ന ആളുകളായി മാറണം. എന്നാൽ മാത്രമേ നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലക്ക് പുരോഗമിക്കുകയുള്ളൂ. നമ്മൾ ഒരാൾ വിജയിച്ചാൽ പോരല്ലോ. ഇവിടെ യുദ്ധങ്ങളുണ്ടായാൽ എത്ര ആളുകൾക്കാണ് എന്തൊക്കെയാണ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആളുകൾക്കുണ്ടാകുന്നത്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരും അത് ചിന്തിക്കാറില്ല, ആരും അത് മനസ്സിലാക്കാറില്ല. അപ്പോ ഒരു പക്ഷത്ത് നിന്ന് നിങ്ങൾ സൈബർ ആക്രമണം നടത്താതെ, പരസ്പരം കമന്റ് ഇട്ട് ഇങ്ങനെ വർഗീയ വിദ്വേഷം പരത്താതെ മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കൂ. നിങ്ങൾ മനുഷ്യരാണ്. ആര് മരിച്ചാലും മനുഷ്യരാണ് മരിക്കുന്നത്. ആ രീതിയിലേക്ക് വിശാലമായി ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, തീവ്രവാദികളൊക്കെ കൊല്ലപ്പെടേണ്ടവരല്ലേ? തീവ്രവാദികൾ ലോകത്തിന് അപകടമല്ലേ? ആണ്. ഭ്രാന്ത് പിടിച്ച നായയെ ഒരു പക്ഷെ നമുക്ക് കൊല്ലേണ്ടി വരും. ഭ്രാന്ത് പിടിച്ച നായയെ കൊല്ലാറുണ്ട്. മതമിളകിയ ആനയെ നമ്മൾ മയക്കുവെടി വെക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ സുരക്ഷയുടെ ഭാഗം മാത്രമാണ്. അല്ലാത്ത മനുഷ്യരെ ആരക്രമിക്കുന്നുണ്ട് എങ്കിലും, ആര് വേദനിപ്പിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഒരു പക്ഷത്ത് നിൽക്കാൻ പാടില്ല. നമ്മൾ പരസ്പരം സ്പോർട്സിൽ കാണിക്കുന്നത് പോലെ രണ്ട് വിഭാഗമായി യുദ്ധക്കുതിയന്മാരാകാൻ പാടില്ല. അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരോ ഉമ്മമാരോ നമ്മുടെ വാപ്പന്മാരോ നമ്മുടെ അച്ഛന്മാരോ പെങ്ങന്മാരോ അനുഭവിക്കുമ്പോൾ നമുക്ക് ആ വേദന മനസ്സിലാകൂ. നമ്മളിങ്ങനെ വിശാലമായി ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഭൂമി എന്ന് പറയുന്ന നമ്മളാരും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലോ ഏതെങ്കിലും ഒരു നാട്ടിലോ ജനിച്ചത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നമ്മൾ ജനിച്ചത്. നമുക്കൊരു തീരുമാനവുമില്ല. ഒരാണും സ്ത്രീയും പരസ്പരം ബന്ധപ്പെട്ടപ്പോ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി കലർന്നത് കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടായി. അതിൽ ഒരുപാട് ബീജങ്ങളിൽ ഒരു ബീജം എത്തിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ വ്യക്തികളുമുള്ളത്. നമ്മൾ ആ രീതിയിൽ വിശാലമായി ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യൻ എത്ര നിസാരമാണ്. എന്നിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു രാഷ്ട്രങ്ങൾ എല്ലാം നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയത്. അത് അങ്ങനെ ജീവിക്കുന്നത് തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കങ്ങനെ ജീവിക്കാൻ കഴിയൂ. നമുക്ക് ഈ രാജ്യം ഒക്കെ മാറി പുതിയൊരു ലോകമുണ്ടാകുന്നത് ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകാം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന മനുഷ്യൻ കാണിക്കാൻ പറ്റുന്നത് എന്താണ്? ഓരോ രാജ്യത്ത് ജീവിക്കുമ്പോഴും ആ രാജ്യത്തിന്റെ നിയമങ്ങൾ കൃത്യമായി അനുസരിക്കുകയും മറ്റു രാജ്യത്തുള്ളവരൊക്കെയും തന്റെ സഹോദരന്മാരെ പോലെ തന്നെ ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലമായ മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒരു പക്ഷത്ത് നിൽക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? എത്ര കാലമായി നമ്മൾ കേൾക്കുന്നു ഫലസ്തീനിന്റെയും ഇസ്രായേലിന്റെയും പ്രശ്നങ്ങൾ. ഇത് വായിക്കുമ്പോൾ ഈ കമന്റുകൾ വായിച്ച് മടുത്തത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ പറയുന്നത്. ഇത്രക്കും വർഗീയമായ ഒരു ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല മനുഷ്യരെ. എന്തിനാണ് ഇങ്ങനെ വർഗീയമായി ചിന്തിക്കുന്നത്? നമ്മളാരുണ്ടാക്കിയതല്ലല്ലോ രാജ്യങ്ങൾ.
നമ്മൾ മരിച്ചുപോയാൽ ഈ ലോകം ഇവിടെ തന്നെയുണ്ട്, ഈ ഭൂമി ഇവിടെ തന്നെയുണ്ട്. നമ്മൾ ഇന്ന് നടത്തുന്ന കലഹങ്ങളെ ഓർത്ത് ഭാവി തലമുറ നമ്മളെ പുച്ഛത്തോടെ ദയനീയമായി നോക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, നമ്മൾ അങ്ങനെ നോക്കൂ. കാരണം മുൻകാലങ്ങളിൽ നടന്ന പല യുദ്ധങ്ങളും, ഒന്നാം ലോക യുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, കുരിശ് യുദ്ധം, ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. ഇന്ന് ആ യുദ്ധങ്ങളെയൊക്കെ നമ്മൾ പുച്ഛത്തോടെ കാണുന്നുള്ളൂ. എത്ര മനുഷ്യരാണ് മരിച്ചു വീണത്, എത്ര മനുഷ്യരാണ് ഇനിയും വേണോ ഈ രക്തച്ചൊരിച്ചിൽ? മാറണമെങ്കിൽ ഓരോ വ്യക്തിയും മാറണം, ഓരോ വ്യക്തിയുടെയും ചിന്തകൾ മാറണം. ഓരോ മനുഷ്യനും മാറാതെ ഈ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഓരോ വ്യക്തിയും വിശാലമായി ചിന്തിക്കാൻ കഴിയണം. ആര് മരിച്ചാലും, മുസ്ലിം മരിച്ചാലും ജൂതൻ മരിച്ചാലും നമ്മുടെ വേദനയായിരിക്കണം അത്. നമ്മൾ സമാധാനം ഉണ്ടാക്കാനാണ് നോക്കേണ്ടത്. നമ്മൾ ഒരു പക്ഷത്ത് നിന്നുകൊണ്ടല്ല സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നത്. വിശാലമായി ചിന്തിക്കൂ. വിശാലമായി നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ മാറിക്കൊള്ളും. ജീവിത വിജയം എന്ന് പറയുന്നത് ഇതും കൂടിയാണ്. ഒരു മനുഷ്യനാകുക. മനുഷ്യനാകാതെ എന്ത് വിജയം നേടിയിട്ട് എന്താണ് കാര്യം? പണമുണ്ടായിട്ട് എന്ത് കാര്യം? സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. ആദ്യം നമ്മൾ ജീവിത വിജയത്തിന് വേണ്ട അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വിശാലമായ കാഴ്ചപ്പാടാണ്. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ചിന്തിച്ചാലേ ഇനിയുള്ള കാലത്ത് സമാധാനമുണ്ടാകൂ. നിങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ കമന്റ് ഇടുമ്പോ, വർഗീയതയുടെ കമന്റ് ഇടുമ്പോ എത്ര ആളുകളാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത് ഭയം കൊണ്ട്. ഇല്ലാത്തത് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യ സമൂഹത്തെ പിന്നിലോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലൈഫ് കോച്ച് ട്രെയിനർ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, എന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കേവലം അത്യാവശ്യമായ ജീവിത വിജയം പറഞ്ഞു തരാൻ മാത്രമല്ല. ഈ രീതിയിലേക്ക് നമ്മൾ വിശാലമായി ചിന്തിക്കേണ്ടതുണ്ട്. വിശാലമായ ഒരു ലോകം നമ്മൾ സ്വപ്നം കാണേണ്ടതുണ്ട്. മനുഷ്യന് കഴിയാത്തതൊന്നുമല്ല ഇത്. മനുഷ്യൻ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലേ? ലോകത്ത് എത്ര വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര മഹാ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടുക്കൽ മനുഷ്യനൊന്ന് വിശാലമായി ചിന്തിച്ചാൽ മാറ്റാൻ കഴിയുന്നതാണ്. ലോക സമാധാനം നടക്കുന്നതല്ല എന്ന് പറഞ്ഞാലും ഒരു പരിധിവരെയെങ്കിലും നടത്താൻ നമുക്ക് കഴിയും. ഓരോ മനുഷ്യനും വിശാലമായി ചിന്തിക്കണം. വിശാലമായ അർത്ഥത്തിൽ എല്ലാവരെയും കാണാൻ കഴിയണം. ഒരു ഹിന്ദുവിനെ കാണുമ്പോ, ഒരു മുസ്ലിമിനെ കാണുമ്പോ, ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോ, ഒരു ജൂതനെ കാണുമ്പോ മറ്റൊരു കണ്ണുകൊണ്ട് കാണാതെ അവരും നമ്മളെപ്പോലെ വിചാരങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള, ആഗ്രഹങ്ങളുള്ള മനുഷ്യരാണെന്ന വിശാലമായ കാഴ്ചപ്പാട് നമുക്കെന്ന് ഉണ്ടാകുന്നു, അന്ന് തീർന്നു എല്ലാ പ്രശ്നങ്ങളും. അന്ന് പിന്നെ ഒന്നിനും പ്രസക്തിയില്ല. അന്ന് പിന്നെ പോലീസിന്റെ ആവശ്യമില്ല, പട്ടാളത്തിന്റെ ആവശ്യമില്ല. ഈ രീതിയിലേക്ക് സമൂഹം, ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹം ആ രീതിയിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരന്മാരും അല്ലെ, നമ്മൾ പറയാറുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ വർഗീയത ഉണ്ടാക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളാണോ വർഗീയത ഉണ്ടാക്കുന്നത്? ഒരിക്കലുമല്ല. രാഷ്ട്രീയ പാർട്ടികളല്ല വർഗീയത ഉണ്ടാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് മനുഷ്യരുടെ ചിന്തകൾക്കനുസരിച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകളും മനുഷ്യരെ പോലെ ചിന്തിച്ചു നോക്കൂ. വർഗീയമായി പറയുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തി നോക്കൂ. അവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നോക്കൂ. ഒറ്റക്കെട്ടായി നോക്കൂ. അപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികളും മാറും. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും വർഗീയത പറയാൻ തോന്നില്ല. അതിന് ചെറിയൊരു ഉദാഹരണമാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിൽ ഒരു പാർട്ടിയും വർഗീയത പറയാറില്ല. ബഹുഭൂരിപക്ഷം ആളുകളും പറയാറില്ല. എന്തുകൊണ്ടാണ്? മനുഷ്യൻ വിശാലമായി ചിന്തിക്കുമ്പോൾ അവിടെ പിന്നെ വർഗീയതക്കൊന്നും പ്രസക്തിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് വിഷയത്തിൽ നിന്ന് മാറുകയല്ല. ഏത് പ്രശ്നമാണെങ്കിലും
ഇസ്രായേലിന്റെയും ഫലസ്തീനിന്റെ പ്രശ്നമാണെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാതെ ആര് മരിച്ചു വീണാലും അത് നമ്മുടെ വേദനയായിരിക്കണം, അത് നമ്മുടെ ദുഃഖമായിരിക്കണം. അവിടെ സമാധാനം ഉണ്ടാക്കാനാണ് നോക്കേണ്ടത്, അല്ലേ? ഈ സമാധാനം ഉണ്ടാക്കാൻ ആണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? എന്തിനാണ് ഇങ്ങനെ കമന്റുകൾ ഇങ്ങനെ ഇട്ടിട്ട് ആളുകൾ അസ്വസ്ഥപ്പെടുത്തുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ വിശ്വാസങ്ങളുണ്ട്. യാത്ര പോയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ വിശ്വാസങ്ങൾ, ഇതൊക്കെ അവരാരും തീരുമാനിച്ചതല്ലല്ലോ. അവർ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് അവർ ആർജിച്ചതാണ്. അപ്പൊ ആ ഒരു വിശ്വാസത്തെ പരസ്പരം ബഹുമാനിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് ജൂതന്റെ വിശ്വാസമായാലും മുസ്ലിമിന്റെ വിശ്വാസമായാലും ആരുടെ വിശ്വാസമായാലും പരസ്പരം ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിശാലമായ കാഴ്ചപ്പാടിലേക്ക് യുവതലമുറ മാറേണ്ടതുണ്ട്. ഇങ്ങനെ മാറാതെ പഴയ കാലത്ത് എത്ര അക്രമങ്ങളാണ് നടത്തിയത്. നമ്മൾ പറയും ഇന്നാണ് യുദ്ധങ്ങളുള്ളത്. ഇന്ന് യുദ്ധങ്ങൾ കുറവാണ്. മുമ്പൊക്കെ നടന്ന യുദ്ധങ്ങളുടെ പകുതി പോലുമില്ല. ഇതും നമ്മൾ മാറണം. ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാറിയേ പറ്റൂ. മാറാൻ നാം തയ്യാറാകണം. ജീവിത വിജയം എന്ന് പറയുന്നത് കേവലം പണമുണ്ടാക്കലോ നല്ല വീടുണ്ടാക്കൽ മാത്രമല്ല, നല്ലൊരു കരിയർ മെച്ചപ്പെടുത്തൽ മാത്രമല്ല. എല്ലാ അർത്ഥത്തിലും നമ്മൾ ജീവിത വിജയം നേടണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേവലം ഒരു മോട്ടിവേഷൻ സ്പീക്കറായ ഞാൻ ഈ വിഷയം പോലും നിങ്ങളെ ഉണർത്തുന്നത്. ഒരുപാട് പറയണമെന്നുണ്ട്. ഇപ്പോ താൽക്കാലികമായി ഞാൻ നിർത്തുകയാണ്. എന്റെ മറ്റു വീഡിയോകളൊക്കെ നിങ്ങൾ നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പല ധാരണകളും ചിന്തകളൊക്കെ മാറ്റാൻ തയ്യാറാകണം. അതേപോലെ തന്നെ ലൈഫ് കോച്ചിങ്ങിലൂടെ ഒരുപാട് ആളുകളെ ഞാൻ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബപരമായിട്ട് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ, നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ, അതുപോലെ തന്നെ ദുശീലങ്ങൾ മാറ്റി നല്ല ശീലങ്ങൾ വളർത്താൻ, നല്ല ചിന്താഗതിയുള്ളവരാക്കാൻ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യരെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകൾക്കും നന്മയുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.